ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ടോസ് അക്കാഡമി. നമ്മുടെ 2024 സെറ്റ് എക്സാം ആണ് ജാനുവരി 21. തിരക്കിട്ട് പ്രിപ്പയർ ചെയ്യുകയാകും എല്ലാവരും. സോ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്ത 15 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ് ഈ 15 ടോപ്പിക് എന്ന് നമുക്ക് നോക്കിയാലോ. ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യുവാണ്. ടോസ് അക്കാഡമിയിൽ LP-UP ബിഗിനേഴ്സ് ബാച്ചും അതേപോലെ തന്നെ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് PSC കേരള പോലീസിന്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബാച്ചും സ്റ്റാർട്ട് ചെയ്യുവാണ്. ആൻഡ് ക്ലാസ്സസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ക്യാൻ കോൺടാക്ട് ടോസ് അക്കാഡമി ആൻഡ് ദ നമ്പർ ഇസ് 7510155485. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിന്റെയും ഫീസ് ഡീറ്റെയിൽസ് ഒക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടോസ് അക്കാഡമിയുടെ സെറ്റ് പ്രിപ്പറേഷൻ ടെലിഗ്രാം ഗ്രൂപ്പ് ആക്റ്റീവ് ആണ്. ഡെയിലി ഫ്രീ സെറ്റ് ബേസ്ഡ് ക്വിസസ് ഉണ്ട്. സെറ്റ് പ്രിപ്പറേഷന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലിങ്ക് കമന്റ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. എല്ലാവരും ജോയിൻ ചെയ്യുക, ക്വിസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് ആണ്. ആൻഡ് ഈ ഡയഗ്രാം ബാക്ടീരിയൽ ഗ്രോത്ത് കർവിന്റെ ഗ്രാഫ് ആണ്. അപ്പൊ നമ്മുടെ ഒരു ബാക്ടീരിയനെ നമ്മൾ ഒരു ഫേവറബിൾ ആയിട്ടുള്ള കൾച്ചർ മീഡിയ അല്ലെങ്കിൽ ന്യൂട്രിയൻ കണ്ടീഷനിൽ കൊടുക്കുകയാണെങ്കിൽ, പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ആ ബാക്ടീരിയ ഇനീഷ്യലി ഉള്ളത് ഒരു ലാഗ് ഫേസിലാണ്. ലാഗ് ഫേസ് എന്ന് പറയാൻ നേരത്ത് ഇവിടെ അധികം ബാക്ടീരിയൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ദ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ദ റീപ്രൊഡക്ഷൻ. ഇനി അടുത്തത് ലോഗ് ഫേസ് ആണ്. ലോഗ് ഫേസ് എന്ന് പറയാൻ നേരത്ത് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ യൂസ് ചെയ്ത് ബാക്ടീരിയൽ സെൽസ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ദേ സ്റ്റാർട്ട് ടു റീപ്രൊഡ്യൂസ്. ഇവിടെ ഗ്രാജുവലി സെല്ലിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഇനി അടുത്തതാണ് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയാൻ നേരത്തെ എന്താണ്, പതുക്കെ ന്യൂട്രിയൻസിന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്, ബാക്ടീരിയൽ സെൽസ് ഗ്രോ ചെയ്യുന്നുണ്ട്. ദേ ആർ അവിടെ എന്താ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ദേ ആർ ഗ്രോയിങ്. ബട്ട് അതിനോടൊപ്പം തന്നെ ന്യൂട്രിയൻസ് കുറയുന്നതനുസരിച്ച് കോമ്പറ്റീഷൻ വരുന്നുണ്ട്, സെല്ലിന്റെ ഡെത്തും സംഭവിക്കുന്നുണ്ട്. സോ ദർ ഇസ് എൻ ഈക്വൽ എമൗണ്ട് ഓഫ് സെൽ ഡിവിഷൻ ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ഡെത്ത് ഹാപ്പനിങ്. അതാണ് സ്റ്റേഷനറി ഫേസ്. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റേജ് ഡെത്ത് അല്ലെങ്കിൽ ഡിക്ലൈൻ ഫേസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ന്യൂട്രിയന്റിന്റെ എമൗണ്ട് കുറഞ്ഞു. ഗ്രാജുവലി ലിവിങ് ബാക്ടീരിയൽ സെൽസ് നമ്പർ കുറയും. ദേ സ്റ്റാർട്ട് ടു കോമ്പറ്റീഷൻ. അപ്പൊ ഗ്രാജുവലി സെൽ ഡെത്തും അവിടെ സംഭവിക്കും. ഇനി നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്ത് കർവിനെ വെച്ചിട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ടത് ഒരു ഫോർമുലയാണ്. n is equal to n0 into 2 raised to n. ഇവിടെ കൊടുത്തിരിക്കുന്ന n എന്ന് പറയുന്നത് ഫൈനൽ നമ്പർ ഓഫ് സെൽസ് ആണ്. ആൻഡ് n0 എന്ന് പറയുന്നത് ഇനീഷ്യൽ നമ്പർ. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ എത്ര നമ്പർ ഓഫ് ബാക്ടീരിയ ഉണ്ട്, അതാണ് ഇനീഷ്യൽ നമ്പർ ഓഫ് സെൽ. ഇനി സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജനറേഷൻസ് ആണ്. ഓക്കെ, ഈ പ്രോബ്ലം ഈ ഒരു തന്നിരിക്കുന്ന ഫോർമുല വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. If the generation time is 30 minutes, find the number of cells in 100 bacteria after 1 hour. നമുക്ക് ഇവിടെ 100 ബാക്ടീരിയ ഉണ്ട്. അതാണ് നമ്മുടെ ഇനീഷ്യൽ നമ്പർ ഓഫ് സെൽ, ദാറ്റ് ഇസ് n0. ആൻഡ് 1 അവർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന 1 അവറിന് ശേഷം എത്ര ബാക്ടീരിയ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ആദ്യത്തെ ജനറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സിൽ ഫസ്റ്റ് ജനറേഷൻ വരും. 1 അവർ എന്ന് പറയുന്നത് 2 30 മിനിറ്റ്സ് കൂടിയാലാണ്. അപ്പൊ ഇവിടെ എത്ര ജനറേഷൻ ഉണ്ട്, 2 ജനറേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇനീഷ്യൽ നമ്പർ ഓഫ് സെൽ ദാറ്റ് ഇസ് n0 is equal to 100 ആൻഡ് നമ്പർ ഓഫ് ജനറേഷൻ എത്രയാണ്, 2. 30 മിനിറ്റ്സ് ആണ് ഒരു ജനറേഷൻ. 1 അവർ ആവാൻ നേരത്ത് 2 ജനറേഷൻ വരും. ദാറ്റ് ഇസ് നമ്പർ ഓഫ് ജനറേഷൻ ഇസ് 2. ഇനി നമ്മൾ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n is equal to n0 into 2 raised to n. So we have initially 100 cells ഉണ്ട്. 100 into 2 raised to n. 2 raised to 2 ആണ്. That is 100 into 4. So we have 400. ഇവിടെ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇഫ് the generation time is 30 minutes, എത്ര ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് 100 ബാക്ടീരിയയിൽ നിന്നും, 400 bacterial cells are produced after 2 generations, that is in 1 hour. So the correct answer is option A. നമ്മുടെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്
feature of cryptogams and gymnosperms. Cryptogams എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ algae, fungi, lichen, bryophyte and pteridophytes ആണ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ജിംനോസ്പേംസ്. അപ്പൊ നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ക്രിപ്റ്റോഗ്യാംസും ജിംനോസ്പേംസും ഇൻക്ലൂഡഡ് ആണ്. ഒന്നല്ലെങ്കിൽ അനാറ്റമി അല്ലെങ്കിൽ മോർഫോളജി രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? Which of the following statement is true in Cycas? There are two type of roots, normal roots and coraloid root. Normal root grow deep into the soil and form tap root system. Lateral root get infected with bacterium, fungi as well as algae. The entry of these organisms is said to be responsible for characteristic swollen, knob-like or coral-like appearance, and hence these roots are called coraloid root or coralorhiza. Lateral root have minute pores, lenticel-like, which are respiratory in function, aeration. Root cap and root hairs are well developed in coraloid root. അപ്പോൾ നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം there are two type of root, normal root and coraloid root. സൈക്കസിൽ കാണുന്നതാണ്. നോർമൽ റൂട്ട് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. ആൻഡ് കോറലോയിഡ് റൂട്ട് എടുത്തു കഴിഞ്ഞാലോ അതിൽ നമുക്ക് ആൽഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട്. ഈവൻ ഫംജൈ ഇൻഫെക്ഷൻസ് കാണാം. ആൻഡ് ദേ ഹാവ് സ്വോളൻ ക്യാരക്ടറിസ്റ്റിക് നോബ് ലൈക്ക് അല്ലെങ്കിൽ കോറൽ ലൈക്ക് അപ്പിയറൻസ് ഉള്ള റൂട്ട് ഉണ്ട്. അതിനെന്താ പറയുന്നത്? കോറലോയിഡ് റൂട്ട്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ ട്രൂ. ഇനി ലാറ്ററൽ റൂട്ടിൽ മൈന്യൂട്ട് പോർസ് ഉണ്ട്. മെയിൻലി ലെന്റിസൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? റെസ്പിറേറ്ററി ഫംഗ്ഷൻ. ആ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. റൂട്ട് ക്യാപ്പ് ആൻഡ് റൂട്ട് ഹെയർസ് ആർ വെൽ ഡെവലപ്ഡ് ഇൻ കോറലോയിഡ് റൂട്ട്സ്. ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. റൂട്ട് ക്യാപ്പും റൂട്ട് ഹെയർസും കോറലോയിഡ് റൂട്ടിൽ ആബ്സെന്റ് ആണ്. സോ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്? 1, 2, 3 and 4 ആർ കറക്റ്റ്. ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. സോ ഇവിടെ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 and 4 is true. Now നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ ആൽഗെ ആയാലും ഫംജൈ, ലൈക്കൻ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ആൻഡ് ജിംനോസ്പേംസിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Paclitaxel, an anti-cancerous drug, is isolated from option A, Taxus brevifolia, option B, Pinus roxburghi, option D, Deodar cedar, and option D is Pinus sylvestris. So, ഇതിന്റെ കറക്റ്റ് ആൻസർ പാക്ലിടാക്സൽ എന്ന് പറയുന്ന ഡ്രഗ് ഐസൊലേറ്റഡ് ഫ്രം ടാക്സസ് ബ്രെവിഫോളിയ ആണ്. ബേസിക്കലി ദിസ് പാക്ലിടാക്സൽ എന്ന് പറയുന്ന ഡ്രഗ് ഇസ് ഓൾസോ നോൺ ആസ് ടാക്സോൾ. ടാക്സോൾ എന്നും പറയും. ആൻഡ് നമ്മുടെ ടാക്സസ് ബ്രെവിഫോളിയയുടെ ബാർക്കിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഡ്രഗ് ആണ് പാക്ലിടാക്സൽ ഓർ ദി ടാക്സോൾ. സെയിം ക്വസ്റ്റ്യൻ അത് വേറൊരു രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. The chemical derived from Taxus brevifolia is used for. Taxus brevifolia എന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന ടാക്സോൾ എന്ന് പറയുന്ന ഡ്രഗ് ആണ് നമ്മൾ നോക്കി. ആ ഡ്രഗ് എന്തിന്റെ ട്രീറ്റ്മെന്റിനാണ് യൂസ് ചെയ്യുന്നത്? That is malaria treatment, cancer therapy, protein supplement, diabetes treatment. നമുക്കറിയാം that is cancer treatment. അപ്പം പല രീതിയിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മോഡിഫൈ ചെയ്ത് എക്സാമിന് ചോദിക്കാം. And here the answer is cancer treatment. അടുത്ത ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഫാമിലി ക്യാരക്ടർ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ് ഫാമിലി ക്യാരക്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? The following character represent which of the families? Leaves fleshy, stipulate, hairy or scarious, 2 to 5 styled unilocular ovary with 2 to many Campylotropous ovule on a basal central placentation. നമുക്കിവിടെ ലീഫ് ഫ്ലഷി ലീഫ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹെയറി അല്ലെങ്കിൽ സ്കേറിയസ് ആയിട്ടുള്ള സ്റ്റിപ്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ യൂണിലോക്കുലാർ ആണ് ഓവറി. അതിൽ 2 അല്ലെങ്കിൽ മെനി ക്യാംഫിലോട്രോപ്പസ് ഓവുകൾ പ്രസന്റ് ആയിരിക്കും. ആൻഡ് ബേസൽ പ്ലാസന്റേഷൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഫാമിലിയിൽ ഫ്ലഷി ലീവ്സ് കാണാൻ പറ്റുന്ന ഒരു ഫാമിലിയാണ് പോർട്ടുലോക്കേസിയ. പോർട്ടുലോക്കേസിയയിൽ തന്നെയാണ് നമ്മുടെ ഹെയറി ഓർ സ്കേറിയസ് സ്റ്റിപ്യൂൾസ് ഉള്ളതും. അതിനോടൊപ്പം തന്നെ ബേസൽ പ്ലാസന്റേഷൻ കാണുന്നതും പോർട്ടുലോക്കേസിയ ഫാമിലിയാണ്. നമ്മുടെ ഇവിടുത്തെ ആൻസർ എ, പോർട്ടുലോക്കേസിയ ഫാമിലി.
Now നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം, ദാറ്റ് ഇസ് എത്തനോബോട്ടണി. നമുക്ക് ജനറലി എത്തനോബോട്ടണി അതേപോലെ എക്കണോമിക് ബോട്ടണിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ എക്കണോമിക് ബോട്ടണി അല്ലെങ്കിൽ എത്തനോബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്കിപ്പോൾ എത്തനോബോട്ടണിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. A saccharine drug is isolated from the ആഫ്രിക്കൻ യൂസ്ഡ് പ്ലാന്റ്. അപ്പം നമുക്ക് എസറൈൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഉണ്ട്, അത് ആഫ്രിക്കൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ് പ്ലാന്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഫൈസോസ്റ്റിഗ്മ വെനനോസം, അസൈസ്റ്റേഷ്യ ജൈജാൻഷ്യ, ബ്രില്ലൻറ്റേഷ്യ, ലാമിനം ആൻഡ് അലിസ്റ്റോണിയ ബൂനെ. അപ്പം ഇതിനകത്ത് ഏത് പ്ലാന്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അപ്പൊ ഏത് പ്ലാന്റ് ആണ്? ദാറ്റ് ഇസ് ഫൈസോസ്റ്റിഗ്മ വെനനോസം എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് എസ്ട്രൈൻ എന്ന് പറയുന്ന ഡ്രഗ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ഫൈസോസ്റ്റിഗ്മ വെനനോസം. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയാണ് റീപ്രൊഡക്റ്റീവ് ബോട്ടണി. റീപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ മൈക്രോസ്പോറോജെനസിസ്, മെഗാസ്പോറോജെനസിസ്, എംബ്രിയോസാക് ഡെവലപ്മെന്റ്, ടൈപ്പ് ഓഫ് എംബ്രിയോസാക്, ടൈപ്പ് ഓഫ് ഓവ്യൂൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പോളൻ അലർജി, പിന്നെ പാലിനോളജി, ഫോസിൽസ്, ഫോളൻ ഫോസിൽസില് അതെ, മെലിറ്റോ പാലിനോളജി, പാലിയോ പാലിനോളജി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ നമുക്കിപ്പോൾ റീപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ നിന്നും എംബ്രിയോസാക് ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 4 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക് ഇസ് പ്രസന്റ് ഇൻ പോളിഗോണം, ഈനോത്തിറ, ഡ്രൂസ ആൻഡ് ആലിയം ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ there are 3 കാറ്റഗറി ഓഫ് എംബ്രിയോസാക്. ഒന്ന് മോണോസ്പോറിക്, പിന്നെ ബൈസ്പോറിക്, പിന്നെ ടെട്രാസ്പോറിക്. അപ്പോൾ നമ്മുടെ പോളിഗോണം ആൻഡ് ഈനോത്തിറ എന്ന് പറയുന്നത് മോണോസ്പോറിക് എംബ്രിയോസാക് ആണ്. ഡ്രൂസ എന്ന് പറയുന്നത് ടെട്രാസ്പോറിക് എംബ്രിയോസാക്കും അലിയം എന്ന് പറയുന്നത് ബൈസ്പോറിക് ആയിട്ടുള്ള എംബ്രിയോസാക്കുമാണ്. ആൻഡ് 4 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈനോത്തിറയിൽ മാത്രമാണ് 4 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക് ഉള്ളത്. സോ ഈനോത്തിറ ഇസ് എ 4 ന്യൂക്ലിയേറ്റഡ് മോണോസ്പോറിക് എംബ്രിയോസാക്. പോളിഗോണം എന്താണ്? പോളിഗോണം ഇസ് എ 8 ന്യൂക്ലിയേറ്റഡ് മോണോസ്പോറിക് എംബ്രിയോസാക്. അതേപോലെ ഡ്രൂസ എന്ന് പറയുന്നത് 16 ന്യൂക്ലിയേറ്റഡ് ടെട്രാസ്പോറിക് എംബ്രിയോസാക് ആണ്. ആൻഡ് അലിയം ഇസ് 8 ന്യൂക്ലിയേറ്റഡ് ബൈസ്പോറിക് എംബ്രിയോസാക്. അപ്പൊ നമ്മുടെ 4 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള എംബ്രിയോസാക് ഏതാണ്? ഈനോത്തിറ. ഇറ്റ് ഇസ് എ 4 ന്യൂക്ലിയേറ്റഡ് മോണോസ്പോറിക് എംബ്രിയോസാക്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഈനോത്തിറ. ടോപ്പിക് ആണ് ബയോകെമിസ്ട്രി. നമുക്ക് ബയോകെമിസ്ട്രിയിൽ നിന്നും കാർബോഹൈഡ്രേറ്റിലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ? ഗ്ലൂക്കോസ്, മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് സുക്രോസ്. സോ ഹിയർ നമ്മുടെ ആൻസർ സുക്രോസ് ആണ്. സുക്രോസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. അപ്പൊ നമുക്കറിയാം സുക്രോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസ് യൂണിറ്റ്സ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസ് യൂണിറ്റുകൾ ജോയിൻ ചെയ്യുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചിട്ടാണ്. ദ ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് ബിറ്റ്വീൻ C1 of alpha glucose and C2 of beta fructose. അപ്പോൾ നമ്മുടെ ഈ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും റെഡ്യൂസിങ് ഗ്രൂപ്പുകളാണ് ഈ പറയുന്ന ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൽ വന്നിരിക്കുന്നത്. റെഡ്യൂസിങ് ഗ്രൂപ്പ് ഫോംസ് ദി ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പൊ ഇവിടെ ഫ്രീ ആയിട്ടുള്ള റെഡ്യൂസിങ് ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ടിട്ട് സൂക്രോസിൽ there is no reducing group. So sucrose is a non-reducing sugar. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സൂക്രോസ് ഇസ് ദ നോൺ റെഡ്യൂസിങ് ഷുഗർ. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോഫിസിക്സ് ആണ്. അതിൽ നിന്നും നമുക്ക് മൈക്രോസ്കോപ്പിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോസ്കോപ്പി ഈസ് യൂസ്ഡ് ഫോർ ലൈവ് സെൽ ഇമേജിംഗ്? ട്രാൻസിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഫ്രീസ് ഫ്രാക്ചർ മൈക്രോസ്കോപ്പി, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി, ഡിപ്റ്റച്ച് മൈക്രോസ്കോപ്പി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി ആണ് ലൈവ് സെൽ അല്ലെങ്കിൽ ലിവിങ് സെല്ലിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി നമ്മൾ ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള സ്പെസിമെൻ വിത്തൗട്ട് സ്റ്റെയിനിങ് കാണാൻ പറ്റും. സ്റ്റെയിൻസ് എന്ന് പറയുമ്പോൾ കെമിക്കൽസ് ആണ്. ഈ കെമിക്കൽസ് ആഡ് ചെയ്യുമ്പോഴാണ് സെൽ ഡെത്ത് സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റെയിൻ ചെയ്യാണ്ട് സ്പെസിമെൻസ് സ്റ്റെയിൻ ചെയ്യാണ്ട് തന്നെ കാണാൻ പറ്റും. സോ ഹൈ റെസൊല്യൂഷൻ ഇമേജ് ആണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ലൈവ് സെൽ ഇമേജിങ്ങിന് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പി ആണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി. ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി.
നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ നിന്നും ലൈറ്റ് റിയാക്ഷൻ, C3 സൈക്കിൾ, C4 സൈക്കിൾ, ക്യാമ്പ് പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണ്, ഓർഡർ ഓഫ് എൻസൈംസ്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഫോട്ടോസിസ്റ്റം 1, ഫോട്ടോസിസ്റ്റം 2, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഒക്കെ ഫോട്ടോസിസ്റ്റത്തിൽ ചോദിക്കാം. ഫോട്ടോസിന്തസിസിൽ ചോദിക്കാം. ഫോട്ടോസിന്തസിസിൽ നിന്ന് നമുക്ക് ഫോട്ടോ റെസ്പിറേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. In plants, the process of photorespiration takes place in the following cellular organelles. Photorespiration or glycolate cycle. Glycolate cycle അല്ലെങ്കിൽ photorespiration എന്ന് പറയും. അത് ഏതൊക്കെ ഓർഗനൽസിലാണ് നടക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. മൈറ്റോകോൺട്രിയ, ഗോൾജി അപ്പാരറ്റസ്, ലൈസോസോം ആണ് ഓപ്ഷൻ എ. Option B is mitochondria, chloroplast and peroxisome. Mitochondria, chloroplast and Golgi apparatus is option C, and option D is mitochondria, endoplasmic reticulum and peroxisome. Here the correct answer is option B. Mitochondria, chloroplast and peroxisome are correct answer. Photorespiration take place in these three cellular organelles: mitochondria, chloroplast and peroxisome. The correct answer is option B. പ്ലാന്റ് ഫിസിയോളജിയിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഫൈറ്റോ ഹോർമോൺ. അപ്പം നമുക്ക് ഫൈറ്റോ ഹോർമോൺസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. The acid growth hypothesis for auxin action was proposed by F.W. Wendt and K.V. Thyman, A. Hager and R. Cleland, and C. Harmer and J.D. Bonner, S.W. Hendricks and H. Broadwick. അപ്പം ആസിഡ് ഗ്രോത്ത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഓക്സിന്റെ ഒരു പ്രോപ്പർട്ടി പറയുന്ന ഒരു പ്രപ്പോസൽ ആണ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ആണ്. അതായത് ഓക്സിന്റെ സെൽ എക്സ്പാൻഷനുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് ഈ പറയുന്ന ആസിഡ് ഗ്രോത്ത് ഹൈപ്പോത്തസിസ് പറയുന്നത്. ഓക്സിൻ ട്രീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ സെൽസിലുള്ള പ്രോട്ടോൺ പമ്പ് ആക്ടിവേറ്റ് ആകും. ദെൻ പ്രോട്ടോൺ ഇസ് എക്സ്ക്ലൂഡഡ് ടു ദി അപ്പോപ്ലാസ്റ്റ്. അപ്പോപ്ലാസ്റ്റിലേക്ക് പ്രോട്ടോണിനെ പമ്പ് ചെയ്യും. അപ്പൊ അപ്പോപ്ലാസ്റ്റിൽ അസിഡിഫിക്കേഷൻ നടക്കും ആൻഡ് ഒരുപാട് എൻസൈം ആക്ടിവേറ്റ് ആകും. ഈ എൻസൈമിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് ദ സെൽ വോൾ. സെൽ വോൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഉള്ള കപ്പാസിറ്റി ഉള്ള ഹോർമോൺസ് അല്ലെങ്കിൽ എൻസൈംസിനെയാണ് ആക്ടിവേറ്റ് ആവുന്നത്. അതുവഴി ദ സെൽ വിൽ എക്സ്പാൻഡ്. അതാണ് ആസിഡ് ഗ്രോത്ത് ഹൈപ്പോത്തസിസ് ഓഫ് ഓക്സിൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ആസിഡ് ഗ്രോത്ത് ഹൈപ്പോത്തസിസ് വാസ് പ്രപ്പോസ്ഡ് ബൈ എ. ഹാഗർ ആൻഡ് ആർ. ക്ലീലാൻഡ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അത് ജനറ്റിക്സിൽ നിന്നും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് QTL? QTL represents quantitative trait locus. Quantitative trait locus ആണ് QTL എന്ന് പറയുന്നത്. അതായത് many genes contribute for the function of a character. ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് പല ജീനുകളാണ്. അപ്പം അഡിക്റ്റീവ് എഫക്റ്റ്, എല്ലാ ജീനിന്റെയും അഡിക്റ്റീവ് എഫക്റ്റ് കാരണമാണ് ഒരു ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റ് ലോക്കസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് QTL. ആൻഡ് ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. മോളിക്യുലർ ബയോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇൻട്രോൺസ്, നോൺ കോഡിംഗ് പാർട്സ് ആർ റിമൂവ്ഡ് അറ്റ് ദ ലെവൽ ഓഫ് DNA ആൻഡ് RNA ആൻഡ് പ്രോട്ടീൻ. ഇൻട്രോൺസ് എന്ന് പറയുമ്പോൾ നോൺ കോഡിംഗ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഇൻട്രോൺസ് എപ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്? RNA സ്പ്ലൈസിങ്ങിന്റെ സമയത്താണ് ഇൻട്രോൺസ് റിമൂവ് ചെയ്യുന്നത്. സോ ഇൻട്രോൺസ് ആർ റിമൂവ്ഡ് അറ്റ് ദ ലെവൽ ഓഫ് RNA. ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഇസ് സെല്ലിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോണോപ്ലാസ്റ്റ് ഇസ് ദ മെമ്പറൈൻ ഓഫ് വിച്ച് ഓർഗനൽ? A. Chloroplast, B. Vacuole, C. Peroxisome and D. Golgi apparatus. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വാക്യൂൾ. ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് വാക്യൂളിന്റെ മെമ്പറൈൻ ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. എക്കോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following factors serves as the two most important criteria to characterize or categorize biomes? ബയോംസിനെ ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരക്ടറൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ടെമ്പറേച്ചർ ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, ഗ്രേസിംഗ് ആൻഡ് ഫോസ്ഫറസ്, ഗ്രേസിംഗ് ആൻഡ് കാർബൺ, ഫയർ ആൻഡ് pH. ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓപ്ഷൻ എ ടെമ്പറേച്ചർ ആൻഡ് പ്രസിപ്പിറ്റേഷൻ ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്നുള്ളത്. ബാക്കിയൊക്കെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ അല്ല. പല ബയോംസും കാറ്റഗറൈസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ആസ് വെൽ ആസ് പ്രസിപ്പിറ്റേഷൻ ബേസ് ചെയ്തിട്ടാണ്
Here the answer is option A, temperature and precipitation. എക്കോളജിയിൽ നിന്നും മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Which of the following factors lead to high species richness in a community? നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഹൈ സ്പീഷീസ് റിച്ച്നെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? അവൈലബിലിറ്റി ഓഫ് മെനി പൊട്ടൻഷ്യൽ എക്കോളജിക്കൽ നിഷ്. പല പൊട്ടൻഷ്യൽ എക്കോളജിക്കൽ നിഷ് ഉണ്ടെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ് കൂടും. There will be high species richness. അപ്പോൾ option 1 is correct. It is suiting for a high community. High species richness. ഇനി അടുത്തത് area is at the margin of an adjacent community. Adjacent community എന്ന് പറയുമ്പോൾ നമുക്ക് എക്കോട്ടോൺ ആണ്. എക്കോട്ടോൺ എന്ന് പറയുമ്പോൾ രണ്ട് കമ്മ്യൂണിറ്റികളുടെ ഒരു കമ്പൈൻഡ് ഏരിയ ആണ്. എന്താ വെച്ചാൽ അവിടെ ഡൈവേഴ്സിറ്റി വെരി ഹൈ ആയിരിക്കും. അപ്പം അവിടെയും ഹൈ സ്പീഷീസ് റിച്ച്നെസ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ 2 is also apt. ഇനി the community is isolated and severely stressed. ഐസൊലേറ്റഡ് കമ്മ്യൂണിറ്റി ആകുമ്പോൾ അവിടെ സ്പീഷീസ് റിച്ച്നെസ് കുറവായിരിക്കും, എക്സ്പെഷ്യലി വെൻ ദർ ഇസ് എ ലാർജ് എമൗണ്ട് ഓഫ് സ്ട്രെസ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ 3 എന്ന് പറയുന്നത് doesn't suit for high species richness. One species does not dominate the other. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സ്പീഷീസും, അവിടെയും ഹൈ സ്പീഷീസ് റിച്ച്നെസ് ആയിരിക്കും ഉണ്ടാകുന്നത്. കമ്മ്യൂണിറ്റി ഹാവ് എ ലോങ് ജിയോളജിക്കൽ ഹിസ്റ്ററി, അവിടെയും ഹൈ സ്പീഷീസ് റിച്ച്നെസ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്യൂട്ട് ആവാത്തത് ദ കമ്മ്യൂണിറ്റീസ് ഐസൊലേറ്റഡ് ആൻഡ് സിവിയർലി സ്ട്രെസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. 1, 2, 4 and 5 is the correct statement. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പ്ലാന്റ് പാത്തോളജിയിൽ നിന്നാണ്. Which hormone is responsible for the witch's broom disease? Witch's broom disease എന്ന് പറയാൻ നേരത്ത് നമ്മുടെ മോസ്റ്റ്ലി ട്രീസിൽ കാണുന്ന വുഡി പ്ലാന്റ്സിൽ കാണുന്ന ഒരു ഡിസീസ് ആണ് വിച്ച് ബ്രൂം ഡിസീസ്. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമൽ ബ്രാഞ്ചിങ് പാറ്റേൺ അല്ല, ഒരു ബ്രൂം ലൈക്ക് അപ്പിയറൻസ് ഓരോ ഇന്റർവെൽസിൽ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ചൂല് പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്രൂം ലൈക്ക് അപ്പിയറൻസ് ആണ് ഉണ്ടാവുന്നത്. അതിനെയാണ് വിച്ച് ബ്രൂം ഡിസീസ് എന്ന് പറയുന്നത്. വുഡി പ്ലാന്റ്സിലാണ് ഉണ്ടാവുന്നത്. ആൻഡ് ദിസ് വിച്ച് ബ്രൂം ഡിസീസ് ഇസ് കോസ്ഡ് ബൈ എ പ്ലാന്റ് ഹോർമോൺ ദാറ്റ് ഇസ് സൈറ്റോകൈനിൻ. ഇവിടെ നമുക്ക് ഓപ്ഷൻ എ സൈറ്റോകൈനിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ബ്രൂം ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ദ ഹോർമോൺ സൈറ്റോകൈനിൻ. Now ബയോഇൻഫോർമാറ്റിക്സ് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Which of the following file format can be used to store protein sequences? നമ്മുടെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയാലും പ്രോട്ടീൻ സീക്വൻസ് ആയാലും സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് FASTA ഫോർമാറ്റ് ആണ്. ആൻഡ് ഹിയർ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. We use FASTA format to store protein sequences. So the correct answer is option C, FASTA. Next question നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളിക്കുലാർ ടൂൾസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണ്. Which of the following technique does not require any kind of gel electrophoresis? Western analysis, northern analysis, southern analysis and microarray analysis. നമ്മളിവിടെ നോക്കിയാൽ വെസ്റ്റേൺ അനാലിസിസ്, നോർത്തേൺ അനാലിസിസ് ആൻഡ് സദേൺ അനാലിസിസ് എന്ന് പറയുന്നത് ബ്ലോട്ടിംഗ് ടെക്നിക് ആണ്. ഈ ബ്ലോട്ടിംഗ് ടെക്നിക്സിൽ ജെൽ ഇലക്ട്രോഫോറസിസ് കമ്പൽസറി ആണ്. ഇറ്റ്സ് എ സ്റ്റെപ്പ് ഇൻ ബ്ലോട്ടിംഗ് അനാലിസിസ്. ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് മൈക്രോ അറേ അനാലിസിസ് ആണ്. മൈക്രോ അറേ അനാലിസിസിൽ നമുക്ക് ജെൽ ഇലക്ട്രോഫോറസിസ് ഇസ് നോട്ട് നീഡഡ്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മൈക്രോ അറേ അനാലിസിസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ സെറ്റ് പേപ്പർ 2 ബോട്ടണിയിൽ വരാൻ സാധ്യതയുള്ള ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്സ് ഒഴിവാക്കാണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.